കണ്ണൂർ സർവകലാശാലയിൽ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിലും പരീക്ഷാ ചട്ടലംഘനം നടത്തിയ വിദ്യാർത്ഥിയുടെ ശിക്ഷ ഇളവ് ചെയ്ത സംഭവത്തിലും അന്വേഷണം നടന്നുവരികയാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ബിജോയ് നന്ദൻ പറഞ്ഞു. താവക്കര സർവകലാശാല ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശിക്ഷ ഇളവ് നൽകിയെന്ന കാരണത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അടുത്ത ദിവസം തന്നെ അക്കാര്യം ചർച്ച ചെയ്യുന്നതിന് സിൻഡിക്കേറ്റ് യോഗം ചേരും. ഇലക്ഷൻ ചട്ടങ്ങൾ കഴിഞ്ഞാൽ സെനറ്റ് യോഗം ചേരുമെന്നും വൈസ് ചാൻസലർ ഡോക്ടർ ബിജോയ് നന്ദൻ പറഞ്ഞു. അത് നമ്മുടെ ഈ മാൻഡേറ്റിൽ വരുന്നതല്ല. ഞാൻ എന്തായാലും അതും നോക്കുന്നുണ്ട്. ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലോട്ട് പോകുന്നില്ല. അടുത്ത ദിവസം നമ്മളത് കൂടുന്നുണ്ട്. മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതായത് വിശദാംശങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞാനത് ഒരു നോക്കി കാര്യങ്ങൾ വേണ്ട രീതിയില് നോക്കാം. അത് എന്താണെന്ന് നോക്കട്ടെ. അത് നോക്കട്ടെ. ഞാൻ അതൊരു തീരുമാനമൊന്നും വന്നിട്ടില്ലല്ലോ. യൂണിവേഴ്സിറ്റി തലത്തിലൊരു തീരുമാനമോ അങ്ങനെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു ഒരു തീരുമാനം വന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെയൊന്നും ഉള്ള ഒരു തീരുമാനം ഞങ്ങളൊരു ഇത് വന്നു നോക്കി ഇത്രയേ ഉള്ളൂ. ഇപ്പൊ അതിലൊരു ഫൈനൽ തീരുമാനം അന്വേഷണം നടത്തുന്നു. പുതിയ അംഗങ്ങൾ പങ്കെടുക്കുന്ന കാര്യം ആ സമയം തീരുമാനിക്കും. കോപ്പിയടിച്ചതിന് നടപടി നേരിടുന്ന CPM നേതാവിന്റെ മകന് ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചെന്ന വാർത്ത ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകർ സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു.